ഈ അദാനിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് അദാനി എന്തോ വലിയ തരികിടയൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ആളുകൾക്കൊന്നും സാധാരണക്കാർക്കൊന്നും എന്താണ് ഹിൻഡൻബർഗ് എന്നോ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തോ വലിയ കുഴപ്പം അദാനി ചെയ്തു, മോദി രാജ്യം മുഴുവൻ അദാനിക്ക് തീറെഴുതി കൊടുക്കുകയാണ് എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് തന്നെ വ്യാജമായിരുന്നു എന്ന് കണ്ടെത്തി എന്നൊക്കെ പറയുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. എന്താ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? നമ്മുടെ പത്രങ്ങളിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത വരികയുമില്ല. ഹിൻഡൻബർഗ് ഒരു കമ്പനിയാണ്. അവർ നടത്തിയ പഠനമാണ് ഹിൻഡൻബർഗ്. അമേരിക്കയിലാണല്ലേ? അതെ. പക്ഷെ അവർക്ക് പലവിധ കണക്ഷൻസ് ഉണ്ട്. പല രാജ്യങ്ങളിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഷെയർ മാർക്കറ്റിലെ പ്ലെയറുമാണ്. ഷെയർ മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നവരാണ്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഒരു അപവാദം പരത്തുക എൻ്റെ കമ്പനിയെ പറ്റി. അപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ അങ്ങ് കുറയും, വാല്യൂ കുറയുമ്പോൾ ഇവരിത് വാങ്ങിക്കും. വിവാദം അവസാനിച്ച് കഴിയുമ്പോൾ വാല്യൂ കൂടുമ്പോൾ ഇവർ വിൽക്കും. ഈ ഡിഫറൻസ് ഇവരുടെ പോക്കറ്റിലേക്ക് പോകും. ഇത് ഒന്നും ചെയ്യാതെ സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്. അതാണ് ബുൾസ് ആൻഡ് ബെയേഴ്സ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ. അതായത് നമ്മൾ വാങ്ങിയ ഷെയറിന് വില കൂടിക്കഴിയുമ്പോൾ നമ്മൾ വിറ്റ് കാശുണ്ടാക്കുക. അത് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്. വില കൃത്രിമമായിട്ട് കുറച്ചിട്ട് ആ കുറയുമ്പോഴുള്ള ലാഭം തട്ടുന്ന കമ്പനികൾ, അവരാണ് ബെയർസ് എന്ന് പറയുന്നത്. കരടിയും കാളയും. അപ്പോൾ ഈ കളി ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ആൾക്കാരാണ്, ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നവരാണ് ഹിൻഡൻബർഗ്. അവരുടെ റിപ്പോർട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളുടെ ഡീപ്പ് സ്റ്റേറ്റാണിത് ആംപ്ലിഫൈ ചെയ്ത് രാഹുൽ ഗാന്ധിയൊക്കെ ഹിൻഡൻബർഗ് എന്നൊക്കെ പറഞ്ഞ് വാൻ ബഹളം വെച്ച് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി സെബിക്ക് നോട്ടീസ് അയക്കുന്നു, അന്വേഷിക്കാൻ പറയുന്നു. അദാനിയുടെ ഷെയർ വില, അന്നത്തെ ഹെഡ്ലൈൻ ഓർക്കുന്നു, അദാനിയുടെ ഷെയറുകൾ കുത്തനെ ഇടിഞ്ഞപ്പോൾ മാക്സിമം വാങ്ങിയിരിക്കുന്നത് ഹിൻഡൻബർഗാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദാനിയുടെ ഷെയർ വീണ്ടും സ്റ്റെബിലൈസ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ മുകളിൽ പോയി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹിൻഡൻബർഗ് ഇത് വിറ്റു. അതിൻ്റെ ഡിഫറൻസ് പോക്കറ്റിലാണ്. നമ്മളാരും അറിഞ്ഞിട്ടില്ല. അപ്പം അന്ന് തന്നെ കേന്ദ്ര സർക്കാരും അദാനിയുടെ വക്കീലും ഒക്കെ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു, ഈ കള്ളക്കളിയാണ് നടക്കുന്നത്, ഇതിന് സുപ്രീം കോടതി കൂട്ടുനിൽക്കരുത്. സുപ്രീം കോടതി കേട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞു കള്ളക്കളി. പക്ഷേ ഞങ്ങൾക്ക് ഇതിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഇഫ് ദർ ഈസ് സം ഗ്യാപ്പ് സെബി ഷുഡ് ക്ലോസ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. സെബി 1-2 ഗ്യാപ്പ് ഉണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞ് സെബി ക്ലോസ് ചെയ്യുകയും. സെബി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസി അല്ലേ? അതെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അവരാണ് സെൻസെക്സിനെ നിയന്ത്രിക്കുന്നത്. അതെ, ഇതൊന്നും പലർക്കും അറിയില്ല. നിഫ്റ്റിയും ബോംബെ എക്സ്ചേഞ്ചും. നമുക്ക് 2 എക്സ്ചേഞ്ചുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വേറൊന്ന് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മളുടെ GDPയുടെ 10 മുതൽ 15% വരെ മാത്രമാണ് കോർപ്പറേറ്റ് സെക്ടറിൻ്റെ സംഭാവന. ഒരു 50 മുതൽ 60% വരെ സംഭാവന ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സാധാരണ കടക്കാരും ഒക്കെയാണ്. പക്ഷേ ഇവർ നിർഭാഗ്യവശാൽ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയും. അവർ ഓർഗനൈസ്ഡ് അല്ല, അവർക്ക് ക്ലൗട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു മുദ്രയും കൂടെ കൊടുക്കുക, അൺഓർഗനൈസ്ഡാണ്, തല്ലിപ്പൊളിയാണ്. ഞാൻ പറയാം, വൈറ്റിലെ ഒരു അമ്മച്ചി, അവരിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു 15 വർഷത്തെ കാര്യമാണ്, മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ചേർത്തലയിൽ 3-4 കടയിൽ നിന്ന് ചായ ഉഴുന്നുവട എൻ്റെ ഒരു വൈകുന്നേരത്തെ ലഘുഭക്ഷണമാണ്. എവിടെ ഞാൻ ഉഴുന്നുവട തിന്നാലും ഒരേ ടേസ്റ്റാണ്. അപ്പം ഞാനൊരു ദിവസം ഒരു കടക്കാരനോട് ചോദിച്ചു, എന്താ ചേട്ടാ, ഞാൻ 4-5 കട, ഇവിടെ എല്ലാം ഒരേ ടേസ്റ്റാണ്. അയാൾ പറഞ്ഞു, സാറിന് അറിഞ്ഞൂടെ, ഇതൊക്കെ വൈറ്റിലയിൽ നിന്ന് രാവിലെ വരുന്നതാണ്. വൈറ്റിലയിൽ ഒരു അമ്മച്ചിയാണ് ഇത് തയ്യാറാക്കുന്നത്. എറണാകുളം ടൗണിൻ്റെ നല്ലൊരു ശതമാനവും പ്ലസ് ചേർത്തല ടൗണും കാറ്റർ ചെയ്യുന്നത് ഈ അമ്മച്ചിയാണ്. അമ്മച്ചി വലിയൊരു ഷെഡ് ഇട്ടിട്ട് ആളുകളെ നിർത്തിയിട്ട്, പഴയ പാചകക്കാരിയാണ്, ത്രേസ്യാമ്മയോ അങ്ങനെ എന്തോ അവരുടെ പേര്, അപ്പം, ഇടിയപ്പം, ദോശ, കടല, മുട്ടക്കറി, ഉഴുന്നുവട,
പരിപ്പുവട, പത്തിരി, ഈ ഐറ്റംസ് എല്ലാം 4 മണിയാകുമ്പോൾ വൈറ്റിൽ ഈ അമ്മച്ചിയുടെ അവിടെ റെഡിയാണ്. തലേ ദിവസം അവർക്ക് ഓർഡർ കൊടുക്കും എല്ലാ കടക്കാരും. എനിക്ക് 40 ദോശ, 20 ഇടിയപ്പം, ഇത്ര കറി, ഇത്ര ഉഴുന്നുവട, ഇതെല്ലാം കൊട്ടകളിൽ പാക്ക് ചെയ്തിട്ട് 5 മണിക്ക് ചേർത്തല ബസ്സുണ്ട്, ബസ് സ്റ്റാൻഡിൽ നിന്ന്, വൈറ്റിലേ നിന്നല്ല, ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ എത്തിച്ചിട്ട് ചേർത്തല ബസ്സിൽ കയറ്റി 6 മണിയാകുമ്പോൾ ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഈ സാധനം എത്തി. ഈ കടക്കാർ വന്നിട്ട് അവരവരുടെ കൊട്ടകൾ എടുത്തിട്ട് പോകും. കൊട്ടയിൽ സ്ലിപ്പ് വെച്ചിട്ടുണ്ടാവും എത്ര അപ്പം അത് ഇത്, അല്ലെങ്കിൽ കമ്മത്ത് റെസ്റ്റോറൻറ്റ് മറ്റേ ആൾ മറിച്ച ആൾ സ്ലിപ്പ് എടുത്തുകൊണ്ട് പോകും. ഇതാണ് സംവിധാനം. ഈ ആൾക്കാരാണ് ഭാരതത്തിൻ്റെ GDPയുടെ 50 to 60% സംഭാവന ചെയ്യുന്നത്. ഈ ത്രേസ്യാമ്മ ചേടത്തിമാരാണ്. സുനിലിന് ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആരുടെയെങ്കിലും പ്രതിമ നിർമ്മിക്കണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ അല്ല, ഭാരതത്തിലെ ഒരു വീട്ടമ്മയുടെ പ്രതിമ വേണം നിർമ്മിക്കാൻ. ഈ ത്രേസ്യാമ്മ, അന്നാമ്മ, മാധവിക്കുട്ടി, ഇതുപോലുള്ളവരുടെ പ്രതിമകൾ. ഇവരാണ് ഭാരതത്തിൻ്റെ എക്കോണമിയെ പിടിച്ചു നിർത്തുന്നത്. ഇവരാണ് ഓരോ കുടുംബത്തിലും ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് കാശടിച്ച് മാറ്റിയിട്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് മോദിക്ക് പ്രസംഗിക്കാനുള്ള വേദി ഉണ്ടാക്കുന്നത് ഇവരാണ്. ഹമാരാ GDP എന്ന് മോദി പറയുന്നില്ലേ, ഈ അമ്മ കൊടുത്ത കാശാണ്. ഇവർക്ക് മുഖമില്ല, ഇത് പോസ്റ്റ് ഓഫീസും സ്റ്റേറ്റ് ബാങ്കിലും ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീരസ്യ അടിക്കുന്നത്, നമ്മൾ ആയുധം വാങ്ങുന്നത്, നമ്മൾ പട്ടാളക്കാർക്ക് കൊടുക്കുന്നത്, നമ്മൾ അഗ്നിവീർ നടത്തുന്നത് എല്ലാം ഈ അമ്മച്ചിമാരുടെ കാശാണ്. അമ്മച്ചി പിശിക്ക് ചിലവാക്കുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലേ? അറുത്ത കൈ ഉപ്പൊക്കെ എത്താൻ അമ്മച്ചി എന്ന് പറയും. അമ്മച്ചി ഈ പൈസ കൊണ്ടുപോയി ബാങ്കിലാണ് ഇടുന്നത്. ആ ബാങ്കിൻ്റെ ആ കിടക്കുന്ന പൈസയാണ് രാജ്യത്തിൻ്റെ GDP, അല്ലാതെ ഈ ഷെയർ മാർക്കറ്റല്ല. ബട്ട് എല്ലാവരും ഷെയർ മാർക്കറ്റിൻ്റെ പിന്നാലെയാണ്. ഷെയർ മാർക്കറ്റിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൃത്യം കണക്കറിയുന്നില്ല, എന്നാലും ഒരു 5000-5500 കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ കഷ്ടിച്ചൊരു 100-150 കമ്പനിക്ക് മൂവ്മെൻ്റ് ഉള്ളൂ. എക്കണോമിക് ടൈംസൊക്കെ വാങ്ങിച്ചു നോക്കി, അതിനകത്ത് കമ്പനികളിലെല്ലാം പേരും ഷെയറൊന്നും അനങ്ങില്ല. 10 രൂപ ഷെയർ 20 രൂപയിൽ കിടക്കുകയാണ്. 1985 മുതൽ അങ്ങനെ കിടപ്പുണ്ടത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. മൂവ്മെൻ്റ് ഉള്ളത് ഇവർക്കൊക്കെയാണ്. ഒരു 50-60 കമ്പനികളിലാണ് ഈ മൂവ് ചെയ്യുന്നത്. അത് ഹെഡ്ലൈനായിട്ട് വരും. അദാനി ഷെയർസ് വെൻ ഡൗൺ, LIC പിക്കിംഗ് അപ്പ്, ലാർസൻ ആൻഡ് ടൂബ്രോ വെൻ ഡൗൺ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ സുനിൽ വായിച്ച് നോക്കിയോ, ഒരു മാസത്തെ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു 50-60 കമ്പനിയുടെ പേരേ കാണുള്ളൂ. ആൻഡ് വി ഫീൽ ദേ ആർ ദ ഗോഡ്സ്. ദെയർ കോൺട്രിബ്യൂഷൻ ഈസ് ഹാർഡ്ലി 15%, മാക്സിമം ഞാൻ പറയുന്നു. എല്ലാം കൂടെ ചേർത്ത് ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഈ അദാനി, അംബാനി, മഫത്ലാൽ, ലാർസൻ ആൻഡ് ടൂബ്രോ, എവറിബഡി പുട്ട് ടുഗദർ ദെയർ ഷെയർ ഓഫ് GDP ഈസ് ഹാർഡ്ലി 15%. Rest is given by this unorganized ammachis of India, the great women who are supporting India. അവരെ ആരും കാണുന്നുമില്ല. പുല്ലുവിലയാണ്. അവരുടെ കോർപ്പറേറ്റ് സെക്ടറിൽ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ്, ഇതിലൊന്നും അവരെ കാണില്ല. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ല. അതിൻ്റെ മുമ്പ് കൂടെ ഇവർ ചട്ടയും കൊണ്ടുപോയിട്ട് നടന്നു പോകും, തലയിൽ ഈ കോട്ടയും വെച്ചുകൊണ്ട്. അവർ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവർ GDPയെ പറ്റി പ്രസംഗിക്കും അകത്ത് ആ വലിയ ബിൽഡിങ്ങിൽ, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിൽഡിങ്ങിൽ. ദേ വിൽ ഗിവ് ബിഗ് സ്പീച്ച്. അത് കോട്ടും ടൈയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തും നുണയും പറയാം. അതെ. ടൈ ഈസ് ആൻ എൻറ്റൈറ്റിൽമെൻറ്റ് ടു സേ ലൈ. ഇതാണ് അവരുടെ പ്രിൻസിപ്പിൾ. ടൈ കെട്ടിക്കഴിഞ്ഞാൽ ലൈ പറയാം. സത്യം പറയുന്ന ആളിന് ടൈ ഉണ്ടത്, ടൈ ഇല്ലെങ്കിൽ ആ വ്യത്യാസമേ ഉള്ളൂ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്നിട്ട് ഈ സെൻസെക്സിൻ്റെ ഒരു തമാശയായിട്ടൊരു ഡോക്ടർ പറഞ്ഞു, മോഹൻദാസ്, സെൻസെക്സിൽ എനിക്കും താല്പര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ SEX അതാണ്. ഞാൻ സെൻസുള്ള സെക്സ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അത് പബ്ലിക്കായിട്ട് പറയണോ ഞാനിങ്ങനെ സംശയിച്ചു. പിന്നെ അത്ര വലിയ അശ്ലീലമൊന്നുമല്ല പറയാമെന്ന് വിചാരിച്ചു. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞതാണ്. എനിക്ക് നല്ല താല്പര്യമുള്ള ഏരിയയാണ്. ഇതാണ് ആൾക്കാരുടെ താല്പര്യം സെൻസെക്സിൽ.
വെറുതെ ഇങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക, അതിൽ കൊണ്ടുപോയി എന്തെങ്കിലും കാശിടുക, അത് കുറേ പോകും, കുറേ കിട്ടും, മ്യൂച്വൽ ഫണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം. മ്യൂച്വൽ ഫണ്ട് ഈസ് സബ്ജക്റ്റ് ടു റിസ്ക് എന്ന് പറഞ്ഞിട്ട് താഴെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും മനസ്സിലാവാത്ത രീതി. അത് ടി വിയിൽ പറയുമ്പോൾ ഉറോന്നങ്ങ് പറയും, ഭയങ്കര സ്പീഡ്. ഇപ്പം അത് ട്രൈ ഒക്കെ ഇടപെട്ടിട്ട് അത് കുറച്ച് സ്പീഡ് കുറയ്ക്കാൻ പറയും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ നീളം കൂടും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രത്നച്ചുരുക്കം എടുത്തിട്ട് ഒരല്പം കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് ഈ മായാജാലം. ഇതിൽ ഒരുത്തൻ മറ്റൊരുത്തനെ തട്ടിച്ചതിൻ്റെ കഥയാണ് ഹിൻഡൻബർഗ്. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പെടുത്ത ആൾക്കാരാണ് ഇന്ത്യ മുന്നണി. അതായത് ഹിൻഡൻബർഗ് അദാനിയെ ഹിറ്റ് ചെയ്തിട്ട് അദാനിയുടെ ഷെയറിൻ്റെ വില കുറയ്ക്കുന്നു, ഹിൻഡൻബർഗ് അത് വാങ്ങുന്നു. അദാനി സ്വപ്രയത്നം കൊണ്ട് അയാളുടെ ഒരുപക്ഷെ അയാളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ ആദ്യത്തെ ഷോക്ക് കഴിയുമ്പോൾ പിന്നെ ഇവൻ തിരിച്ചു വരും. ഊഹക്കച്ചവടമാണല്ലോ മൊത്തം. അപ്പോൾ ഊഹത്തിൽ ഇത് തിരിച്ചു വരും. ഈ ഊഹിക്കുന്നത് നമ്മളെ പോലത്തെ പൊട്ടന്മാരാണ്. അറൗണ്ട് 5% ആൾക്കാർ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 2 to 5% ആണ് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർ. ഹൗ സ്മോൾ ദേ ആർ നോക്ക്, 2 to 5% ആണ്. ബട്ട് ദേ ആർ വോസിഫറസ്. അവരാണ് ടി വിയിൽ വരുന്നത്, അവരാണ് ലേഖനം എഴുതുന്നത്, അവരാണ് എക്കണോമിക്സ് അറിയാവുന്നവർ. ഈ ചേച്ചിമാർക്ക് എക്കണോമിക്സ് അറിഞ്ഞുകൂടാ, അവരിങ്ങനെ അധ്വാനിച്ചുകൊണ്ടേ. അവരുടെ ഡിമാൻഡിനാണ് വിലയുള്ളത്. അതെ, അവരെ കളിപ്പിക്കാനായിട്ടാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാശ് അതിട്ട് കളിച്ച് ഇവർ വലിയ നേതാവാകുക, രാഷ്ട്രീയക്കാർ നേതാവാകുക, വ്യവസായികൾ നേതാവാകുക. ഈ സമ്പ്രദായമാണ്. അതിൽ ഹിൻഡൻബർഗ് സമർത്ഥമായിട്ട് ആൾക്കാരെ കളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വലിയ ചർച്ചയും വാർത്തയൊക്കെ ആവേണ്ടതല്ലേ? ഹിൻഡൻബർഗ് കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ, ക്ലീനായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ അടുത്ത റിപ്പറ്റേഷൻ പോയി OCCRP എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ നടത്തിയ അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതേ പ്രശാന്ത് ഭൂഷൺ വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ചോദിച്ചു, ആരാണ് ഈ OCCRP? അത് ഓർഗനൈസേഷൻ ഓഫ് സം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പോലെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകളുടെ വലിയ ഇൻ്റർനാഷണൽ സംഘടനയാണ് OCCRP. മനസ്സിലായി. ശരി, ആ OCCRP നടത്തുന്നത് എവിടെയാണ്? കേന്ദ്ര സർക്കാർ OCCRPയുടെ വെബ്സൈറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുപ്രീം കോടതിക്ക് കൊടുത്തു. OCCRPയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ പേരൻറ് കമ്പനി, ആ പേരൻറ് കമ്പനിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന കമ്പനി, ആ കമ്പനിയുടെ പേരൻറ് കമ്പനി അതേതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രശാന്ത് ഭൂഷൺ പ്രസിഡൻ്റായിട്ടുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്, NGO ആണ്. സോ പ്രശാന്ത് ഭൂഷൺ has given contract to so many people throughout the world to make a report against Adani. And Prashant Bhushan himself is presenting it as an independent inquiry report and asking Supreme Court to take action against that. ഈ പരിപാടിയാണ് നടന്നത്. പിന്നെയും അദാനിയുടെ ഷെയർ ഒന്ന് താഴെ പോയിട്ട് പിന്നെയും മുകളിലേക്ക് വന്നു. ആ ഷോർട്ട്സ് ഇല്ലെങ്കിൽ എത്ര കാശ് പ്രശാന്ത് ഭൂഷൺ ഉണ്ടാക്കിയെന്നറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ ഈസ് പ്ലേയിങ് വെയർ. കാരണം ഇവരൊന്നും ഡയറക്റ്റ് പ്ലേ പോലും അല്ല, ഇതൊക്കെ ഇൻഡയറക്റ്റ് പ്ലേ ആണ്. ഇതുകൂടാതെ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു സാധനമുണ്ട്, പേരില്ലാതെ കളിക്കാം നിങ്ങൾക്ക്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമല്ലോ, FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് മൗറീഷ്യസിൽ നിന്നാണെങ്കിൽ നിങ്ങൾ പേര് പറയണ്ട, എമൗണ്ട് തന്നെ ഇട്ട് കളിക്കാം നിങ്ങൾക്ക് വിത്തൗട്ട് നെയിം. ആൻഡ് ഇറ്റ് ഈസ് പെർമിറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഒരുപാട് എക്കണോമിസ്റ്റുകൾ നിലവിളിക്കുന്നു ഇത് ചെയ്യരുത്, ഇത് കള്ളമാണ്, എന്തിനും മൗറീഷ്യസിന്. അപ്പോൾ മൗറീഷ്യസിൽ ഇന്ത്യൻ വംശജർ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൗറീഷ്യസിന് കൊടുത്ത ഒരു ആനുകൂല്യമാണ്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. എന്തുമായിക്കോട്ടെ, ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് പേര് ഊരും പേരും ഒന്നും അറിയണ്ട, നീ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്കണോമിക് റൗണ്ട് ട്രിപ്പിന് കാരണമാകുന്നു. ഇവിടെ ഉണ്ടാകുന്ന കള്ളപ്പണം മൗറീഷ്യസിൽ അയച്ച് മൗറീഷ്യസിലൊരു കമ്പനി ഫ്ലോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ആ പൈസ ഈ രാഷ്ട്രീയക്കാരന് വരിക. ഇതിന് റൗണ്ട് ട്രിപ്പിംഗ് എന്ന് പറയും. ഈ കലാപരിപാടി നടക്കുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ബിറ്റ് കോയിൻ ഇടപാട് തുടങ്ങിയിരിക്കുന്നത്. ബിറ്റ് കോയിനിലാണ് ആദ്യമായിട്ട് നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ബഹളമില്ലേ, ഹൈറിച്ച് വിവാദം. അതാർക്കും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? ഹൈറിച്ച് ബിറ്റ് കോയിനിൽ ഡീലിങ്സ് നടത്തി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്യാച്ച് ദം ബിറ്റ് കോയിൻ. കേജ്രിവാൾ
അയാൾ പറയുന്നുണ്ടല്ലോ ക്രിപ്റ്റോ കറൻസി 50 പൈസ 25 പൈസ ചവ്വന്നി മേറെ ഘർ സെ നഹി മിലി ഇൻകോ അരെ നഹി മിലേഗ. കാരണം അത് ക്രിപ്റ്റോ കോയിനാണ്. ഇത് ഒരു ഡിസ്റ്റൻറ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ, പണ്ട് പാലക്കാട് ചില്ലറ ക്ഷാമം ബസ്സിൽ, അന്ന് മിനിമം ചാർജ് 10 പൈസ 20 പൈസയൊക്കെയുള്ള കാലം. ചില്ലറയില്ല മനുഷ്യൻ, ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടല്ലോ ചില്ലറ ക്ഷാമം. ഇപ്പം അത് കാണുന്നില്ല. മോദി വന്നതിന് ശേഷം ഇല്ലാതായി തീർന്നു ഒരു ക്ഷാമം, ചില്ലറയുടെ ക്ഷാമമാണ്. അന്ന് ഭയങ്കര ക്ഷാമം പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിൽ. പ്രൈവറ്റ് ബസ്സുകാരെല്ലാം കൂടെ ചേർന്നിട്ട് 5 പൈസ 10 പൈസ 20 പൈസ ഇതിൻ്റെയൊക്കെ കൂപ്പൺ അടിച്ചു. എന്നിട്ട് അവർ തീരുമാനിച്ചു നമ്മുടെ എല്ലാം ബസ്സിൽ ഈ കൂപ്പൺ 20 പൈസയായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറേയധികം ഹോട്ടൽ റെസ്റ്റോറൻറ്റുകാരും ചേർന്നു, ഞങ്ങളും എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാരലൽ കറൻസി തൃശ്ശൂർ പാലക്കാട് നിലവിൽ വന്നു. ഇത് ഞാൻ പറയുന്നത് 78-79 സമയത്ത് ഞാനവിടെ ഉള്ളപ്പോഴാണ്. ഐ വാസ് സ്റ്റേയിങ് ഇൻ പാലക്കാട്. ഐ ഹാവ് യൂസ് ദിസ് കറൻസി എന്ന് വെച്ചാൽ വെറുതെ മഞ്ഞ കളർ ചുവപ്പ് കളറുള്ള ഒരു സ്ലിപ്പാണ്, ബസ് ടിക്കറ്റ് പോലെ. അതേ ഷേപ്പിൽ, ബസ് ടിക്കറ്റിൻ്റെ ഷേപ്പിൽ. അതിൽ 20 എന്ന് എഴുതിയിട്ടുണ്ട്. അത് 20 പൈസയാണ്. നമ്മൾ കൊടുക്കും, കണ്ടക്ടർ വാങ്ങും. നമ്മൾ ഹോട്ടലിൽ ചായ കുടിക്കും, 20 പൈസ കൊടുക്കും, അയാൾ വാങ്ങും. അയാൾ ബാക്കിയായിട്ട് തരുമ്പോൾ ഈ കൂപ്പൺ തരും, നമ്മൾ വാങ്ങും. ആ കൂപ്പൺ കൊടുത്ത് നമ്മൾ മിഠായി കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മിഠായി തരും, നമ്മൾ വാങ്ങും. സോ ചില്ലറ ക്ഷാമം അങ്ങനെ തീർന്നു. ദിസ് ഈസ് എ ക്രൂഡ് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി. ഇറ്റ്സ് എ പാരലൽ കറൻസി, യു കനോട്ട് ഡിറ്റക്ട്. അപ്പോൾ എൻ്റെയോ സുനിലിൻ്റെയോ വീട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് അടിച്ച് കുറേ കൂപ്പൺ കിടപ്പുണ്ട്, ആ കടലാസ് നോക്കി ഈ കടലാസ് നോക്കി, നോ കറൻസി. അപ്പോൾ ഞാൻ പത്രസമ്മേളനം വിളിച്ചിട്ട് കേജ്രിവാളിനെ പോലെ 4 അണ കിട്ടണമെന്നല്ല പോലീസിന് എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തോ, എന്ത് കുന്തം കിട്ടി. അതേസമയം എൻ്റെ കയ്യിൽ ഈ കൂപ്പൺ നിറയെ കിടക്കുകയാണ്, പോലീസിന് അറിയില്ല ഈ സാധനമാണ് കറൻസി എന്ന് പോലീസിന് അറിയില്ല. പോലീസിന് 20 പൈസയുടെ കൂപ്പൺ കിട്ടിയിട്ട് അത് കോടതിയിൽ തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റുമോ? കോടതി പറയും ഈ കടലാസ് എന്താണ് 20 എന്ന് എഴുതി കഴിഞ്ഞ് 20 പൈസ എടുത്തുകൊണ്ട് പോടും എന്ന് പറയും. ദിസ് ഈസ് ദ തിങ്. അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന കളിയിൽ ഏറ്റവും ഭീമാകാരമായ കളി കളിച്ചത് ഹിൻഡൻബർഗാണ്. നൗ ഹിൻഡൻബർഗ് വിൽ ബി ഇൻ ട്രബിൾ, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അതിനോടകം അവർ പേര് മാറ്റും, പല രീതിയിൽ അവർ ചെയ്യും. ഞാനല്ല മറ്റവനാണ് ചെയ്തതെന്ന് പറയും. ദേ ആർ സിറ്റിംഗ് എൽസ്വെയർ. അവിടെ നിന്ന് അവരെ കൊണ്ടുവരാൻ നമുക്കിപ്പോഴും ഈ പറഞ്ഞ മോദിയെയും ഇയാളെയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. നീരവ് മോദി പ്ലസ് മറ്റേ കക്ഷിയുണ്ടല്ലോ കിങ്ഫിഷറിൻ്റെ മല്യ. ഈ മല്യയെ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എക്സ്ട്രഡിഷൻ ഈസ് എ വെരി സ്ലോ പ്രോസസ്സ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഹിൻഡൻബർഗിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ, എവിടെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. നമുക്ക് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ആ ക്രിസ്ത്യൻ മിഷേലിനെ കയ്യിൽ കിട്ടിയത്. അയാൾ ഇപ്പോഴും ജയിലിലാണ്. ദാറ്റ് ഈസ് വൈ കറപ്ഷൻ കേസസ് ആർ വെരി സ്ലോ വെൻ ഫോറിൻ ഏജൻസീസ് ആർ ഇൻവോൾവ്. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കാൻഡൽ എവർ ഹാപ്പൻഡ് ഇൻ ഷെയർ മാർക്കറ്റ്. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെയും അദാനിയെയും തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതെ, നമ്മുടെ എക്കണോമി തകർക്കലാണ്. നമ്മുടെ എക്കണോമി തകർക്കൽ. അതിന് ഉത്തരവാദി ഇൻഡയറക്ട്ലി മോദിയാണെന്ന് വരുത്തൽ, മോദിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തൽ, അരാജകത്വം കൊണ്ടുവരണം. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് സക്സസ്ഫുൾ. യു സീ വാട്ട് ദേ ഡിഡ് ഇൻ ഫ്രാൻസ്. രാഹുൽ ഗാന്ധി ആയിരുന്നു അതിൻ്റെ മൈക്ക്. ഫ്രാൻസിൽ ആ റൈറ്റ് വിങ്ങിൻ്റെ ലീഡർ, അവരെ കരച്ചിൽ കണ്ടോ നെഞ്ചു പൊട്ടിയിട്ട്. ഫ്രാൻസ് ഹാസ് ഗോൺ വൺസ് ഫോർ ഓൾ. ഇസ്ലാമിക ശക്തികൾക്ക് കീഴടങ്ങി ഫ്രാൻസ്. കാരണം ഇവർ ജയിക്കും എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തെ ഇടതുപക്ഷം മാക്രോണുമായിട്ട് ചേർന്നിട്ട് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അവരെ തോൽപ്പിച്ചു. 2ാം ഘട്ടത്തിൽ തോൽപ്പിച്ചു. ആൻഡ് ഇപ്പോൾ ബ്രിട്ടനിൽ വലിയ ആളുമൊന്നും ഗാസയ്ക്ക് പച്ചവെള്ളം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്നതാണ്. യു സീ ദാറ്റ് ഫെലോ ഈസ് ഗോയിങ് ടു റേസ് കാശ്മീർ ഇഷ്യൂ അഗെയിൻ. he is going to raise Khalistan issue again. Europe is almost gone. Europe they have exposed their soft underbelly to Islam and they are suffering now. It's very difficult to wriggle out. Germany, Italy, France ഇത് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇംഗ്ലണ്ട് അവരുടെ കയ്യിലുമായി കഴിഞ്ഞു. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഈ സിറ്റുവേഷൻ ഭാരതത്തിൽ കൊണ്ടുവരാനാണ് ഈ ശക്തികൾ ശ്രമിക്കുന്നത്. സോ ദാറ്റ് കോർപ്പറേറ്റ്സ് വിൽ കൺട്രോൾ യു. ഇറ്റ് ഈസ് ബീയിങ് ഡൺ ഇൻ സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിലവിളിക്കുന്നത്, യു ഹാവ് യുവർ ഓൺ ICT, യു ആർ ഇൻ ഡേഞ്ചർ, യു ആർ ഇൻ ഡേഞ്ചർ, ഈവൻ യുവർ മിലിറ്ററി ഈസ് ഇൻ ഡേഞ്ചർ. നത്തിങ് വിൽ ഹാപ്പൻ. സി AI ചേർത്ത ഒരു തോക്ക്, ഒരു റിവോൾവർ,
സുനിൽ വാങ്ങുന്നു അമേരിക്കയിൽ നിന്ന്. വെരി ഗുഡ്. അപ്പം ഇത് തരുന്ന ഏജൻറ്റിന് ഒരു റിസ്ക് ഉണ്ട്. സുനിൽ ഈ തോക്ക് വാങ്ങിക്കുന്നു, മിന്നൽ പോലെ തിരിഞ്ഞ് എനിക്ക് നേർക്ക് വെടിവെക്കുന്നു. എന്ത് ചെയ്യും ഞാൻ? ഇപ്പോൾ ബുദ്ധിമാനായ ഞാൻ ചെയ്യുന്നത്, സുനിലിനൊരു തോക്ക് തരും, അതിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കും. സുനിൽ ഇത് തിരിഞ്ഞ് എനിക്ക് നേരെ വെടിവെക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് അഗൻസ്റ്റ് മീ, അതിൻ്റെ പുറകിൽ നിന്നൊരു ഉണ്ട സുനിലിൻ്റെ ശരീരത്തിലേക്ക് കയറും ഓട്ടോമാറ്റിക്കലി, ആൻഡ് യു വിൽ ബി ഫിനിഷ്ഡ്. ദിസ് ഈസ് AI കൺട്രോൾഡ് റിവോൾവർ. ഇപ്പോൾ ഈ ഞാൻ പറയുന്നതുണ്ടല്ലോ, പൊട്ടത്തരമാണ്, ഇയാൾ മണ്ടനാണെന്ന് പറയുന്ന ആൾക്കാർ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പോസിബിൾ. യു ലിസൺ ടു അവർ മിലിറ്ററി ഇൻ്റലിജൻസ് ഫസ്റ്റ്. അവരെത്ര വീഡിയോ, കേണൽ ഹനിബക്ഷി, കേണൽ പവിത്രൻ രാജൻ, എത്ര ലേഖനങ്ങൾ, എത്ര പുസ്തകങ്ങൾ, എത്ര ഇൻ്റർവ്യൂ അവർ കൊടുക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം കേണൽ പവിത്രൻ രാജൻ TV9 കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇഫ് യു ബൈ എ റിവോൾവർ. നെവർ തിങ്ക് ഓഫ് ഫയറിങ്. ഇത് ആർക്കും ആരെയും വെടിവെക്കാം എന്നുള്ള ആയുധങ്ങളുടെ കാലം കഴിഞ്ഞു. നിങ്ങളുടെ ടാർഗറ്റ് ഏതാണെന്ന് നോക്കിയിട്ടേ അതിൽ നിന്ന് ഉണ്ടപ്പുറത്ത് വരുള്ളൂ. അതുകൊണ്ട് ചൈനയെ ആക്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിവോൾവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചൈന ഒഴിച്ച് വേറെ ആരുടെ നേർക്ക് വെടിവെച്ചാലും അത് കൊള്ളും. ചൈനയുടെ നേർക്ക് ആ വെടി പുറത്തേക്ക് വരില്ല. യു ക്യാൻ മാനിപ്പുലേറ്റ് ഇറ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. ബട്ട് ഷെയർ മാർക്കറ്റൊക്കെ അവർക്ക് വെറുതെ നിസ്സാരമാണ്. ബോംബെയിലെ കുപ്രസിദ്ധമായ ഒരു പവർ ഔട്ടേജ് ഉണ്ട്. ഫോർ ഹാഫ് ആൻ അവർ ബോംബെയിലെ പവർ ഈസ് ഗോൺ. കറണ്ടില്ല, ട്രെയിൻ നിന്നു, എല്ലാം നിന്നു. നമ്മുടെ മാസഗോൺ സ്റ്റീൽ യാർഡ്, ഇതുണ്ടല്ല, എന്താ നമ്മുടെ കപ്പൽ ഉണ്ടാക്കുന്ന, അത് എല്ലാം നിന്നു. ഹോൾ ബോംബെ വാസ് സൈലൻറ്റ്. എന്ത് ചെയ്യും, ആര് ചെയ്യും? ആൻഡ് അമേരിക്ക ടോൾഡ് us that it is a signal from China. നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ചൈനക്കാർ കളിച്ചാണ്. അത് നമ്മൾ സമ്മതിച്ചില്ല. അത് നമ്മൾ തന്നെ കുഴപ്പമാണ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്ത് പിടിക്കുന്നൊക്കെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഇത് ചൈനയുടെ പ്ലേ ആണ്. ചൈന ഒരു ഇൻഡിക്കേഷൻ തന്നതാണ്, മോനെ യു ആർ അണ്ടർ മൈ കൺട്രോൾ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന യുദ്ധം പട്ടാളക്കാർ വന്ന് വെടിവെച്ചോ ബോംബിട്ടോ ഉള്ള യുദ്ധമൊന്നുമല്ല, ത്രൂ സോഫ്റ്റ്വെയർ ആണ്. എറണാകുളം നിശ്ചലമാകുന്നു, കറണ്ട് പോകുന്നു. മതി, എന്ത് ഈ കറണ്ടും വെള്ളവും ഇല്ലാതെ, ഗ്യാസ് ഇല്ലാതെ, വണ്ടി ഓടാതെ എന്ത് ചെയ്യും? ഒരു യുദ്ധത്തിൻ്റെയോ ബോംബിടലിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ജനതയെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ, ഒരു ജനതയെ മുഴുവൻ തെരുവിലിറക്കാൻ? ത്രൂ സോഫ്റ്റ്വെയർ യു ക്യാൻ ഓപ്പറേറ്റ്. ദിസ് ഈസ് വാട്ട് ദേ ആർ പ്ലേയിങ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഹിൻഡൻബർഗ്, വിച്ച് വാസ് സക്സസ്ഫുള്ളി ഓപ്പറേറ്റ്. ഏതായാലും ഈ കഥയുടെ, നമ്മുടെ കഥയല്ല, സംഭാഷണത്തിൻ്റെ കഥ പോലെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്. എൻ്റെ അവസാനം വന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള പോലെ TG വല്ലാതെ പേടിപ്പിക്കുകയാണ്. ഈ ഇമ്മിനൻറ്റ് ഡേഞ്ചർ ഇല്ല എന്ന് ഭാവിച്ചിട്ട് എവറിതിങ് ഈസ് ഫൈൻ എന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റും. ബട്ട് അത് ആത്മാർത്ഥമായിരിക്കില്ല. ഞാൻ സമാജത്തോട് സത്യം പറയണം. അപകടമുണ്ടെങ്കിൽ അപകടമുണ്ടെന്ന് പറയണം. എന്നെപ്പോലുള്ളവരെ കോൺസ്പിറസി തിയറിസ്റ്റ് എന്നൊക്കെ പറയും. നോ, വാട്ട് വി ആർ സെയിങ് ഈസ് ട്രൂ. ഇറ്റ് വാസ് ടോൾഡ് ബൈ ജൂലിയൻ അസാഞ്ചെ. ഹി ഷോഡ് യു ഡോക്യുമെൻറ്റ്. സ്നോഡൻ പുറത്തുവിട്ട ഡോക്യുമെൻറ്റ്, തൗസൻഡ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഈ ഇതുപോലെ സ്നോഡനെ എന്തുകൊണ്ട് എഡ്വേർഡ് സ്നോഡന് അമേരിക്ക വിട്ട് ഓടേണ്ടി വന്നു? ഹി വാസ് ആൻ എംപ്ലോയി ഓഫ് നാഷണൽ സെക്യൂരിറ്റി, എന്താ NSA, അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അതോറിറ്റി. അതിൽ എൻജിനീയറായിരുന്നു സ്നോഡൻ. അപ്പോൾ റഷ്യയിലേക്ക് പോയി, റഷ്യയിൽ നിന്ന് ഇപ്പോൾ വേറൊരു രാജ്യത്ത് പോയിട്ട് താമസിക്കുകയാണ്. ആണെങ്കിൽ അമേരിക്ക തീർത്ത് കളയും സ്നോഡനെ. സ്നോഡനാണ് പറഞ്ഞത് എവറിതിങ് ഈസ് ബീയിങ് മോണിറ്റേർഡ് ബൈ ബിഗ് ബ്രദർ. ഇറ്റ്സ് എ വെരി ബിഗ് ഗെയിം വിച്ച് ഈസ് ബീയിങ് പ്ലേഡ്. രാജ്യത്തെ ആകെ നശിപ്പിക്കാനുള്ള ശക്തികളുടെ കയ്യിലെ ടൂളായിട്ടാണ്. നിയന്ത്രിക്കാനുള്ള, നശിപ്പിക്കാൻ എന്നുള്ള വാക്ക് അത്ര ശരിയല്ല, നിയന്ത്രിക്കാൻ. യു ആർ ഓൾവേസ് അണ്ടർ മീ എന്ന് വരുത്താൻ. അതിൻ്റെ ടൂളായിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത്. ബിക്കോസ് ഹീ നീഡ്സ്, അദ്ദേഹം വിചാരിക്കുന്നത് എന്താ, ഏതായാലും ഗവൺമെൻറ്റുകൾ പാവയാണ്, ആ പാവ ഞാനായിക്കൊള്ളാം, മോദി വേണ്ട. മോദിയാണെങ്കിൽ പാവയാകാൻ സമ്മതിക്കുന്നുമില്ല. മോദിയെയും പലതരത്തിൽ അവർ കേട്ടുന്നുണ്ട്. ഐ വിൽ നോട്ട് സേ ദാറ്റ് 100% മോദി സക്സീഡഡ്. Modi has failed in this ICT area. It's a ICT ഏരിയയിൽ
ആത്മനിർഭർ എന്നുള്ള വാക്കിന് ഇതുവരെ കടന്നു കയറാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും പടിക്ക് പുറത്ത് നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതെ. അപ്പോൾ ഉണ്ട്. ബട്ട് ദെൻ രാജീവ് ഗാന്ധി ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. രാജീവ് ഗാന്ധി ക്യാൻ എൻജോയ് ലൈഫ് ഇൻ പട്ടായ ഓർ സംവെയർ. ഹി ക്യാൻ എൻജോയ് ലൈഫ് ആൻഡ് വിൽ ബി സ്ലേവ്സ്. ഏതായാലും വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് നമ്മുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ ഇത് അറിയുന്നില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇല്ല, ഈ ചില കാര്യങ്ങൾ അറിയാത്തത് പതുക്കെ അറിഞ്ഞോളും. ഈ മിലിറ്ററിയിൽ തന്നെ ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ പറയുന്ന, ഞാൻ ഈ പറയുന്ന ഹണി ബക്ഷിയാണെങ്കിലും പവിത്രൻ രാജനാണെങ്കിലും എല്ലാം ഈ സ്റ്റേജ് കടന്നു വന്നവരാണ്. ഫസ്റ്റ് യു വിൽ ബി റിഡിക്യൂൾഡ് ബൈ പീപ്പിൾ. അവന് വട്ടാണ്, അവനെപ്പോൾ പിന്നെ അമേരിക്ക അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിഡിക്യൂൾ ചെയ്യും. സ്ലോലി ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഞാൻ കാർഗിലിൻ്റെ കഥ പറഞ്ഞില്ലേ, ആ കാർഗിൽ കഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഹണി ബക്ഷിയും പവിത്രൻ രാജനും ഒക്കെ പറയുന്നത് സത്യമാണെന്ന് പട്ടാളത്തിന് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ അവർ ജനങ്ങളോട് പറയുന്നത് ദേ ആർ റിട്ടയർഡ്, ദേ ആർ കണ്ടിന്യൂസ്ലി ടെല്ലിങ് പീപ്പിൾ പ്ലീസ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, ബി കെയർഫുൾ, ടെൽ യുവർ ഗവൺമെൻറ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിസ് ഏരിയ എന്നവർ പറയുന്നു. ജനങ്ങൾ ഇപ്പോൾ അവരെ റെഡിക്യൂൾ ചെയ്യുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിലാണ്. ഐ എം എ സ്മോൾ മാൻ, കൂടുതൽ ടെക്നോളജി ഒന്നും അറിയില്ലെങ്കിലും ബ്രോഡ്ലി ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് വിത്ത് പവിത്രൻ രാജൻ ആൻഡ് ഹണി ബക്ഷി. ഇപ്പോൾ ഞങ്ങളെ ഗൂഢാലോചനക്കാരെന്ന് വിളിക്കും. നാളെ നിങ്ങൾ മനസ്സിലാക്കും ഗൂഢാലോചന ആയിരുന്നില്ല, യാഥാർത്ഥ്യം ഇതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ കാര്യം വ്യക്തമാണല്ലോ. 45 മിനിറ്റ് ഫേസ്ബുക്കില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ എന്ത് നിലവിളിയായി കേരളത്തിൽ. നാളെ വാട്സാപ്പ് സ്വിച്ച് ഓഫ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? നമ്മുടെ ഇതെല്ലാം ഗൂഢാലോചനയാണെന്ന് വിചാരിക്കുന്നവരോട് എന്ത് പറയാം? അല്ല, മലയാള ഭാഷയിൽ ഇത് ടി ജി മാത്രമേ പറയുന്നുള്ളൂ. ടി ജി പറയുന്നത് ചുരുങ്ങിയത് ഒരാളോടെങ്കിലും പറയുക എന്നുള്ളതാണ് ഒരു ദൗത്യമായി ഏറ്റെടുക്കേണ്ടത്. സുനിലെ, ഈ ഇത്തരം കാര്യങ്ങൾ ലോകത്താദ്യമായിട്ട് പറഞ്ഞത് വ്യാസനാണ്. വ്യാസൻ്റെ നിലവിളി എന്ന് പറഞ്ഞ നിലവിളിയുണ്ട്, അറിയാമോ? ഊർധ്വബാഹുർ വിരൗമേഷ നഹി കശ്ചിത് ശൃണോതി മേ എന്നാണ് വ്യാസൻ നിലവിളിക്കുന്നത്. ഞാൻ 2 കൈയും ആകാശത്തേക്ക് പൊക്കി നിലവിളിക്കുന്നു, ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന് വ്യാസൻ നിലവിളിക്കുന്നു. വേദങ്ങളെ പകത്ത ആ വ്യാസൻ, ആ മഹാഭാരതം എഴുതിയ വ്യാസൻ, ആ വ്യാസൻ്റെ വാക്കുകൾ അന്ന് സമൂഹം കേട്ടില്ല. വ്യാസന് നിലവിളിക്കാൻ തോന്നിയെങ്കിൽ മോഹൻദാസ് എത്ര നിസ്സാരനാണ്. എങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടില്ലെങ്കിൽ പോട്ടെ. കേട്ടാൽ പോരാ, കേട്ടത് പറയുകയും വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.